വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെയും US ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന അതേ ഏരിയാസ് തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, അതിന് തൊട്ട് മുകളിൽ ഒരു ഇംബാലൻസ് ഉണ്ട്, അതിന്റെ തൊട്ട് മുകളിൽ ഒരു റേഞ്ച് ലോ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് മുകളിൽ ഇന്നലെ ഒരു റേഞ്ച് ഹൈ ഉണ്ടായിരുന്നു. ആ റേഞ്ച് ഹൈനെ ഇന്നലെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നല്ലൊരു രീതിയിലൊരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റ് താഴോട്ടേക്ക് കൃത്യമായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് മുൻപുണ്ടായിരുന്ന റേഞ്ച് ഹൈയുടെ അടുത്താണ്. പിന്നെ അതിന്റെ മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഇന്ന് ന്യൂസുകൾ നോക്കുന്ന സമയത്ത് ഗോൾഡിനെ ബാധിക്കുന്ന രീതിയിലുള്ള ന്യൂസുകളൊന്നും ഇല്ല. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നലെയും കാര്യമായിട്ട് ന്യൂസുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും മാർക്കറ്റ് അത്യാവശ്യം ഒരു അപ് ട്രെൻഡ് മൂവ്മെന്റ് ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ട്രെൻഡ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പ്രൈസ് ആക്ഷനിൽ വിശ്വസിച്ച് പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡുകൾ എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇവിടെ വന്ന് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് താഴോട്ടേക്ക് റിജക്ഷൻ കാണിച്ചിട്ടുണ്ട്. റിജക്ഷൻ കാണിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും അവിടെ റീടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ മുൻപ് ഉണ്ടായിരുന്ന ഹൈ ആയിരുന്നു, അതായത് റേഞ്ച് ഹൈ ആയിരുന്നു. അപ്പോൾ അതൊരിക്കൽ കൂടി ആ ഇതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത് റേഞ്ച് ഹൈ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത് റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡലിന്റെ ഏരിയ ആണ്. നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സപ്പോർട്ട് ഒരു ഏരിയ കൂടിയാണ്. അപ്പൊ ഇതിനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. മാത്രമല്ല അതിന്റെ തൊട്ട് മുകളിൽ ഒരു ഇംബാലൻസും കൂടി ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് 4 അവറിൽ ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനിയിപ്പോ നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിം ആയ 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. നോക്കിയാൽ കാണാം, ഈ ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് മുകളിലോട്ട് പോയി വീണ്ടും അവിടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കറന്റ്ലി ഇപ്പോൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ നേരത്തെ 4 അവറിൽ മാർക്ക് ചെയ്ത ഏരിയാസ് ഒക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ താഴോട്ടേക്ക് വരുന്ന സമയത്ത് അതെല്ലാം നോട്ട് ചെയ്യുക. പിന്നെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ ആണ്. എങ്കിലും ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് 1 അവറിൽ കാണുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിൽ കറന്റ്ലി നോക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ഒരു സപ്പോർട്ടിലേക്ക് ഇറങ്ങി, സപ്പോർട്ട് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി, താഴോട്ടേക്ക് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോവാണ്. അപ്പൊ കറന്റ്ലി 50 മിനിറ്റ്സിലോട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ഏറെക്കുറെ ഇവിടെ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റോപ്പ് ലോസ് ഇതിന്റെ താഴെ വെക്കാം. താഴെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈ, ഇന്നലത്തെ ഹൈയിലേക്ക് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പൊ ഏറെക്കുറെ 50 മിനിറ്റ്സിലോട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ അതൊരു ബൈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇരിക്കുക. പിന്നെ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ഏരിയയിലേക്കായിരിക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത്. അതായത് 2689 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലേക്കായിരിക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ എടുക്കുന്ന ബൈ എൻട്രി എന്ന് പറയുന്നത് അവിടെ വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എന്തായാലും അത് ട്രേഡ് എടുക്കുന്ന ആളുകൾ അതൊന്ന് നോക്കി വെക്കുക. നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുള്ള വലിയൊരു എൻട്രി ആണത്. അപ്പോൾ ഇതാണ് ബൈ എൻട്രി. സെൽ എൻട്രി എന്ന് പറയുന്നത് തൽക്കാലം ഇന്നിപ്പോ സെൽ എൻട്രി പറയുന്നില്ല. ഇനിയിപ്പോ സെൽ എൻട്രിക്ക് മുകളിലേക്ക് വേണമെന്ന്, അല്ലെങ്കിൽ സെൽ എൻട്രിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ ഇവിടെയാണ്. ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ സെൽ എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ചെറിയൊരു റിയാക്ഷൻ മാത്രമായിരിക്കാം സാധ്യത, അല്ലെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം സെൽ എൻട്രി എടുക്കുക. ഇനിയിപ്പോ ഇവിടുന്ന് താഴോട്ടേക്ക് സെൽ എൻട്രി എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും കാണുന്നില്ല. മുകളിൽ പോയിട്ട് വലിയൊരു കൺഫർമേഷനോട് കൂടി വരികയാണെങ്കിൽ മാത്രമേ സെൽ എൻട്രി നമുക്ക് നോക്കുന്നുള്ളൂ. അപ്പൊ ഇതാണ് ഇന്നത്തെ ഗോൾഡിലുള്ള അനാലിസിസ്. ഇനി നമുക്ക് US ഓയിലിൽ എന്താണെന്നുള്ളത് നോക്കാം.
US ഓയിലിലേക്ക് വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇന്നലെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് ഇന്നത്തെ മൂവ്മെന്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുന്നേ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പ്രധാനപ്പെട്ട ഏരിയയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോവാം. 4 ഹവറിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ട ഏരിയ തന്നെയാണ്. ഒരു സപ്പോർട്ട് ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്, അതും മാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനെ ഒരിക്കൽ കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന് താഴെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസ് ഓൾറെഡി എടുത്തതാണ്. ഇനി നമുക്ക് താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു ഇംബാലൻസ് ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 4 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് വരുന്നുണ്ട്, ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ആ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. മുകളിലോട്ട് പോയി ഒന്ന് ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴോട്ടേക്ക് വരുന്നുണ്ട്. ഇന്നിപ്പം മാർക്കറ്റ് നിൽക്കുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിലാണ്. 1 ഹവറിന്റെ നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ വന്ന് റിജക്ഷൻ എടുത്ത ഏരിയ ആണ്. ആ ഏരിയയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇപ്പോൾ ഒരു ബൈ എൻട്രി സാധ്യത കാണുന്നുണ്ട് 1 ഹവറിലേക്ക്. അത് നമുക്ക് കുറച്ചും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ്സിലോട്ട് പോവാം. ഇനി 1 ഹവറിൽ ഇതിനെ ഒരു സപ്പോർട്ടായി ഇപ്പോൾ വരച്ച ഏരിയനെ ഒരു സപ്പോർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു ഏരിയ, ഈ ഒരു ഏരിയ ആണ് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു ഹൈയും അത്യാവശ്യം മോശമില്ലാത്ത റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 1 ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 15 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിൽ മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നു. ദേ അവിടെ നിന്നിട്ട് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് എടുത്തു. വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോവാണ്. അപ്പൊ കറന്റ്ലി ഇവിടെ നിന്നിട്ടൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ഇതിൽ ബ്രേക്ക് ചെയ്താൽ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാം. എന്നിട്ട് ഇതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ ഈ റെസിസ്റ്റൻസ് ഈ ഏരിയയിലേക്ക് വരെ ഒരു എൻട്രി സാധ്യത, ബൈ എൻട്രി സാധ്യത കാണുന്നുണ്ട്. പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക്ഔട്ട് കൂടിയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു എൻട്രി സാധ്യതയുള്ളൂ. ബ്രേക്ക് ചെയ്ത് വന്നിട്ട് ചെറുതായിട്ടൊന്ന് റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൂടി നല്ലത്. അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിലോട് കൂടിയാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ബൈ എൻട്രി കാണുന്നത്. ഇനി സെൽ എൻട്രി എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ചെന്നതിന് ശേഷം ഇവിടെ നിന്ന് ഒരു ക്ലിയർ ആയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടി വലിയൊരു വീഴ്ച വരികയാണെങ്കിൽ ഒരു സെൽ എൻട്രി നമുക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഏരിയയുടെ താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസിനെയും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽ എൻട്രി എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ സെൽ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇപ്പൊ കറന്റ്ലി ഒരു ബൈ എൻട്രിയുടെ ചാൻസ് ആണ് കാണുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏരിയനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങിയാൽ മാത്രമേ സെൽ എൻട്രി ഉള്ളൂ. അപ്പൊ ഇത്രയാണ് US ഓയിലുള്ള ഓപ്പർച്യൂണിറ്റീസ്. എന്നിരുന്നാലും നമ്മുടെ സ്ട്രാറ്റജി പ്രകാരമുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ട്രേഡ് റൂട്ടിൽ ജോയിൻ ചെയ്ത് ഫ്രീ ആയിട്ട് ഫോറക്സ് മാർക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്കും ഉണ്ട്. അതിൽ കയറി ജോയിൻ ചെയ്യുക.